ഡോക്ടറെ ഞങ്ങൾ കുറച്ചായി പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു. എന്റെ സെമൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, ആളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഇതൊക്കെ നോർമലാണ്. കഴിഞ്ഞ സ്കാനിങ്ങിൽ ഒരു എൻഡോമെട്രിയോസിസ്റ്റ് കാണുന്നുണ്ട്. അതാണോ ഇനി കാരണം? നിങ്ങൾ ഇതുവരെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്? ഏകദേശം 2 വർഷമായിട്ട് മെഡിസിൻസും ഇഞ്ചക്ഷൻസും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. എന്താ ഡോക്ടറിന്റെ ഒപ്പീനിയൻ? നമുക്ക് സ്കാനിങ്ങിൽ ഒരു എൻഡോമെട്രോട്ടിക് സിസ്റ്റം ഉണ്ട്. പിന്നെ ബാക്കി എല്ലാ ടെസ്റ്റുകളും നോർമലാണ്. നിങ്ങൾ കുറേ തവണ ഇഞ്ചക്ഷൻസും മെഡിസിൻസും ഒക്കെ എടുത്തു. അതുകൊണ്ട് ഒരു നല്ല ഓപ്ഷനാണ് ലാപ്രോസ്കോപ്പി അഥവാ കീഹോൾ സർജറി എന്ന് പറയും. പക്ഷേ ഡോക്ടറെ ഞങ്ങൾക്ക് അധികം അഡ്മിറ്റ് ആവാനൊന്നും ടൈമില്ല. ദുബായിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോകേണ്ടതുണ്ട്. ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടൈം എടുക്കും? ഇല്ല, ലാപ്രോസ്കോപ്പി നമ്മളൊരു ഡേ കെയർ പ്രൊസീജിയർ ആയിട്ടാണ് ചെയ്യുക. രാവിലെ അഡ്മിറ്റ് ആക്കും, വൈകുന്നേരം ഡിസ്ചാർജ് ആക്കും. ജനറൽ അനസ്തീഷ്യ അതിലാണ് ചെയ്യുക. ചെറിയ ചെറിയ മുറിവുകളാണ്. അതുകൊണ്ട് തന്നെ മുറിവിന്റെ സംബന്ധമായിട്ടുള്ള പെയിനോ ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതിൽ നമ്മൾ 3 കാര്യങ്ങളാണ് നോക്കുക. ഒന്ന് ഓവറി, ഈ പറഞ്ഞ എൻഡോമെട്രോട്ടിക് സിസ്റ്റ്, അത് ഓവറിയിലാണ് ഉണ്ടാവുക. അത് കാണുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ സിസ്റ്റ് മാത്രമായിട്ട് റിമൂവ് ചെയ്യും. പിന്നെ ട്യൂബ് രണ്ടും ചെക്ക് ചെയ്യും, ട്യൂബിൽ ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഇത് നോക്കും, യൂട്രസിനകത്തും പുറത്തും നോക്കും. ചെറിയ ചെറിയ ഫൈബ്രോയിഡുകളോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിനകത്ത് പോളിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ അതേ സമയത്ത് തന്നെ റിമൂവ് ചെയ്യും. ഇതിനെക്കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു 6 months to 1 year നിങ്ങൾ ഫർദർ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പ്രഗ്നൻസി ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.